പറയുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലോട്ട് ആദ്യം നടന്നെത്തുന്നത് എന്റെ അമ്മാവനാണ്. പുള്ളിക്കാരന്റെ മനസ്സിലോട്ടാണല്ലോ ഓടിയെത്താൻ പറ്റൂല, കാരണം കണ്ടമാനം സേർത്ത് വലിയും, അതുകൊണ്ട് കിതയ്ക്കും. പോരാത്തന്നെ അമ്മാവന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിനാണ്, 2 തവണ സ്ട്രോക്ക് വന്നാണ് സംഭവം. അമ്മാവൻ എന്റെ ചെറിയ അമ്മാവനാന്ന് പറഞ്ഞാലും സ്വഭാവം വെച്ചിട്ട് വലിയ അമ്മാവനാണ്. അമ്മാവൻ ശരിക്കും പറഞ്ഞ ഒരു ഓൾഡ് ബട്ട് ഗോൾഡ് കാറ്റഗറി പറഞ്ഞ ആളാണ്. അമ്മാവൻ ഏറ്റവും കൂടുതൽ വലിക്കുന്ന ഗോൾഡ് എന്ന് പറഞ്ഞ സിഗരറ്റാണ്. ഈ ഗോൾഡ് അമ്മാവൻ എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മിനി ഗോൾഡ് ആയിരുന്ന സമയത്ത്, അതായത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്, എന്നെ കൊണ്ട് അമ്മ സിഗരറ്റ് മേടിക്കാൻ പോകുമ്പോൾ കടയിൽ പോകുമായിരുന്നു. അവിടെ വെച്ചൊരു ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് 6 സിഗരറ്റ് മേടിച്ചാൽ ഒരെണ്ണം കുറവാണെന്നങ്ങാണ്ട് പറഞ്ഞ് എന്നെ വഴിയിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഇത് തപ്പി പുള്ളി തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ചിന്തിക്കുന്ന അന്നെങ്ങാനും എന്നെ കാണാതെ പോയിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ എല്ലാ ഓർമ്മ ദിവസവും ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് ഐ ലോസ്റ്റ് എ ഡയമണ്ട് എന്ന് പറഞ്ഞ അമ്മ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടേണ്ടി വന്നത്. സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് അമ്മാവനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മാവനിപ്പോ വീട്ടിൽ അമ്മായിയെ സഹായിക്കുമെങ്കിലും അമ്മാവൻ അടുപ്പിലൂതുക അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കൂല. കാരണം പുക കണ്ടു കഴിഞ്ഞാൽ ഇത് അകത്തോട്ട് വലിക്കാതെ പുറത്തോട്ട് ഊതാൻ അമ്മാവൻ അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന, അമ്മാവൻ നാളെ ഒരു ദിവസം മരിച്ചു പോവാണെങ്കിൽ, അമ്മാവന്റെ അവയവദാനം ചെയ്യുവാണെങ്കിൽ അമ്മാവന്റെ ലെൻസ് മാത്രം നമ്മൾ PWDക്ക് വല്ല ദാനം ചെയ്യത്തുള്ളൂ. കാരണം അവർക്കാകുമ്പോൾ ഇതിനകത്തുനിന്ന് അത്യാവശ്യം ടാറെടുക്കാം, വേറെ ആർക്കും ഇതിനകത്തൊന്നും ഒന്നും കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ലോകത്തില് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ള സാധനങ്ങളിൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് കോഫിയും രണ്ടാമത്തത് നിക്കോട്ടിനുമാണ് സിഗരറ്റുള്ളത്. ഈ 1ഉം 2ഉം സാധനങ്ങൾ അകത്തോട്ട് ചെന്നാലാണ് അമ്മാവന്റെ 1ഉം 2ഉം സാധനങ്ങൾ സ്മൂത്ത് ആയിട്ട് പുറത്തോട്ട് പോകണം. അതായത് അമ്മാവന് ബാത്റൂമിൽ പോകണമെങ്കിൽ സിഗരറ്റ് വലിക്കാതെ പറ്റത്തില്ല. ഈ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള പ്രയോഗം ബാത്റൂമിൽ പ്രയോഗിക്കുന്ന ഒരാളാണ് എന്റെ അമ്മാവൻ. ശരിക്കും